ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം പിൻവലിച്ചു. 43-ാം ദിവസത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത് എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് തൊഴിലാളി ദിനം ആണ്. തൊഴിലാളി ദിനത്തിൽ വലിയ പ്രതിഷേധം അടുത്ത ഘട്ടമായി നടത്താൻ ഇരിക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിരാഹാര സമരം പിൻവലിച്ചിട്ടുള്ളത്. എന്താണ് ആശാവർക്കർമാർ പറയുന്നത്? നിരാഹാര സമരം 43-ാം ദിവസമാണിന്ന്. ഓരോ ആശാവർക്കർമാർ പല തവണയായി പല ഘട്ടങ്ങളിലായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നാണ് ആശമാരുടെ നിലപാട്. അടുത്ത ഘട്ടമെന്ന് പറയുമ്പോൾ രാപകൽ സമരമാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ രാപകൽ സമരയാത്ര ആരംഭിക്കുകയാണ്. മെയ് 5-ാം തീയതി ആശാവർക്കർമാർ ഇന്ന് മെയ് ദിനത്തിൻ്റെ ഭാഗമായുള്ള മെയ് ദിന റാലിയിലടക്കം അവർ പങ്കെടുക്കുന്നുമുണ്ട്. മെയ് ദിനത്തിൽ പ്രത്യേക സമര പരിപാടികളും നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ആശമാർ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. നിരാഹാര സമരം അവസാനിപ്പിച്ച് അവർ അടുത്ത സമര രീതിയിലേക്ക് മാറുകയാണ്. രാപകൽ സമരം എന്ന സമര രീതിയിലേക്ക് മാറുകയാണ്. നിരവധി സമര മാതൃകകൾ ഈ ഇത്രയും ദിവസത്തിനിടയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടതാണ്. വലിയ പിന്തുണ, സാമൂഹ്യ പിന്തുണ സമരത്തിന് ലഭിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആശമാരുടെ ആവശ്യങ്ങളിൽ പൂർണ്ണമായും സർക്കാർ അനുഭാവപരമായ അനുഭാവപൂർണ്ണ നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മറ്റു വഴികളില്ലാതെ സമരം തുടങ്ങുന്നതെന്നവർ പറയുന്നു. ഇപ്പോൾ ഈ സമര പന്തലിൽ അവർ ഈ രാപകൽ സമരം പിൻവലിച്ച കാര്യം പ്രഖ്യാപിച്ചു. തുടർ സമര പരിപാടികൾ എന്ന നിലയിലാണ് ഈ രാപകൽ സമരയാത്രയിലേക്ക് ആശമാർ കടക്കുന്നത്. അതിനും വലിയ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർ. കാസർഗോഡ് ഒക്കെ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും സമാനമായ പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. അപ്പോഴും സമരത്തിൽ നിന്ന് ഈ സെക്രട്ടറി നടത്തുന്ന ധർണാ സമരത്തിൽ നിന്നും ഈ സമര രൂപങ്ങൾ മാറുമെങ്കിലും സമരങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ആശമാരുള്ളത്. സമരം തുടരും. അടുത്ത ഘട്ടം അടുത്ത സമരരൂപത്തിലേക്ക് മാറുകയാണ് ആശമാരുടെ സർക്കാരിനെതിരെയുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരം. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം തുടരുന്ന ആശാ വർക്കർമാരാണ് 43-ാം ദിവസം നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അതേസമയം സമരം കൂടുതൽ ശക്തിപ്പെടുത്തും, മറ്റു ഫോർമാറ്റുകളിലുള്ള മറ്റു രീതികൾ അടക്കം അവലംബിക്കും എന്നാണ് സമരക്കാർ പറയുന്നത്.